വളരെ ഗൗരവം നിറഞ്ഞ ഒരു വിഷയത്തിലേക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ്. വീട്ടിലെ പ്രസവക്കാരാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെയധികം സമൂഹത്തിൽ ചർച്ചാ വിഷയമായ ഒരു വിഷയം. വീട്ടിലെ പ്രസവക്കാർ ഇപ്പോൾ ഗൈനക്കോളജിസ്റ്റുകളെ വെല്ലുവിളിക്കുകയാണ്. ഇത്തരത്തിൽ ചർച്ചകളും ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒക്കെ വളരെയധികം കൂടുകയാണ്. മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശികളായ ദമ്പതിമാർ ഇവർ പങ്കുവച്ച ഒരു വീഡിയോയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ വലിയ രീതിയിൽ ചർച്ചയായത്. 4ാമത്തെ പ്രസവം സ്വന്തം ബെഡ്റൂമിൽ, അതും ഒരു അക്യുപങ്ചറിസ്റ്റിന്റെ സഹായത്തോടെ പ്രസവിച്ചു എന്നും വേദനകളൊന്നും അനുഭവിക്കേണ്ടി വന്നില്ല എന്നാണ് മർവ സക്കറിയ ദമ്പതികൾ നൽകുന്ന വിവരണം. ശരിക്കും ഈ പ്രസവം എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫേസ് എന്ന് പറയുന്നത് വേദന സഹിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ വേദന സഹിച്ചു തന്നെയാണ് നമ്മുടെയൊക്കെ അമ്മമാർ, നമ്മുടെയൊക്കെ സഹോദരിമാർ ഒക്കെ നമ്മളെയൊക്കെ പ്രസവിച്ചത്, അതുപോലെ തന്നെ അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ പ്രസവിക്കുന്നത്. അങ്ങനെ തന്നെ അത് തുടർന്നു പോവുകയാണ്. പക്ഷേ ഇപ്പോൾ ഈ വേദന സഹിക്കാതെ പ്രസവിക്കുന്ന രീതികൾ പലരും ആശ്രയിക്കുന്നുണ്ട്. അതിലൊന്ന് തന്നെയാണ് പല കേസുകളിലും, എല്ലാ കേസുകളിലും അല്ല, പല കേസുകളിലും സിസേറിയൻ എന്ന് പറയുന്നത്. പലരും വേദന സഹിക്കാൻ വയ്യാത്തവർ പലരും സിസേറിയൻ ആവശ്യപ്പെട്ട് പ്രസവിക്കുന്നവരുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അക്യുപങ്ചറിസ്റ്റിന്റെ സഹായത്തോടെ പ്രസവിക്കുന്ന ആ പ്രസവ രീതികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറെ കാലങ്ങളായി, ഒരു ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ അത് വളരെയധികം പ്രചരണം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. വീട്ടിൽ പ്രസവിക്കുന്ന ഒരു സ്ത്രീ രണ്ടാമതൊന്ന് പ്രസവിക്കാൻ ഉറപ്പായി പേടിക്കും എന്നാണ് ഇപ്പോൾ ഈ വീട്ടിലെ പ്രസവക്കാരുടെ ചില അവകാശവാദങ്ങൾ. അങ്ങനെ പോയാൽ എല്ലാവരും വീട്ടിൽ പ്രസവിക്കേണ്ട അവസ്ഥ ആകുമോ എന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത്. ഇത്തരക്കാരോട് ഇപ്പോൾ പ്രസവിക്കാൻ കാത്തിരിക്കുന്നവർ, അല്ലെങ്കിൽ പൂർണ്ണ ഗർഭിണികളായിട്ടുള്ളവർ, ഗർഭാവസ്ഥയിൽ കഴിയുന്നവർ, അവരൊക്കെ ഒരു അപേക്ഷ പറയുന്നുണ്ട്. ദയവേത് നിങ്ങൾ വീട്ടിലെ പ്രസവക്കാർ അങ്ങനെ തന്നെ പ്രസവിച്ചോ, അക്യുപങ്ചറിസ്റ്റിനെ വിളിച്ചോ, എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ പ്രസവിച്ചോ. പക്ഷെ ആശുപത്രിയിലെ പ്രസവങ്ങൾക്ക് ഭീകരത നൽകരുത് പ്ലീസ്. ഇതൊരു അഭ്യർത്ഥനയാണ്. എന്തായാലും ആ പോസ്റ്റ് അവർ പറഞ്ഞ വിവരങ്ങളൊന്ന് വിശദീകരിക്കാം. പ്രസവ വേദനയുടെ ഇടയ്ക്ക് ഡോക്ടർമാർ നടത്തുന്ന ഉൾപരിശോധന മാനസികമായും ശാരീരികവുമായുള്ള പീഡനമാണ് എന്നും, ഇങ്ങനെ പ്രസവിക്കുന്നവർ പിന്നീട് പ്രസവിക്കില്ല എന്നും, അതിൽ തന്നെ ചിലർ പ്രസവിച്ചാൽ തന്നെ കുട്ടിയെ കാണണ്ട എന്ന് പറയുമെന്നും, ഇതുപോലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന പെണ്ണുങ്ങൾക്ക് 2ഓ 3ഓ അതിലധികമോ പ്രസവിക്കാൻ സാധിക്കില്ല എന്നൊക്കെയാണ് ഇവർ നൽകുന്ന വിശദീകരണം. ദമ്പതികളുടെ വാക്കുകൾ പറയാം. ഞാൻ ഞങ്ങളുടെ 4ാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചിരിക്കുന്നു. വീട്ടിൽ ഞങ്ങളുടെ ബെഡ്റൂമിൽ അക്യുപങ്ചറിസ്റ്റിന്റെ സഹായത്തോടെ പ്രസവിച്ചു. അൽഹംദുലില്ല. ഞങ്ങൾക്കിപ്പോൾ 4 മക്കളുണ്ട്. ആദ്യത്തെ പ്രസവം സിസേറിയൻ ആയിരുന്നു. 2ാമത്തെ പ്രസവം പ്രകൃതി ചികിത്സയിലൂടെ സാധാരണ പ്രസവമായിരുന്നു. 3ാമത്തേത് ഹോസ്പിറ്റലിൽ പ്രസവിച്ചു. 4ാമത്തേത് വീട്ടിലാണ് പ്രസവിച്ചത്. ഇത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. എല്ലാ പെൺകുട്ടികളും ഹോസ്പിറ്റലിലാണ് പ്രസവിക്കുന്നത്. ഞാൻ ഹോസ്പിറ്റലിലും വീട്ടിലും പ്രസവിച്ചു. ആ ഒരു അനുഭവത്തിൽ എനിക്ക് മനസ്സിലായത് ഹോസ്പിറ്റലിൽ നടക്കുന്ന സുഖപ്രസവവും വീട്ടിൽ നടക്കുന്ന പ്രസവവും രണ്ടാണ്. ഹോസ്പിറ്റലിൽ വെച്ച് പ്രസവിക്കുമ്പോൾ ശാരീരികമായും മാനസികമായും ഒരുപാട് തളരുന്നു. വേദന വരാൻ മരുന്ന് കുത്തിവെക്കും, നിർബന്ധപൂർവ്വം പുഷ് ചെയ്യിപ്പിക്കുന്നവരുണ്ട്, സ്റ്റിച്ച് ഇടേണ്ടി വരും, ഉള്ളു പരിശോധിക്കും, വയറിൽ പിടിച്ച് തള്ളും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. വീട്ടിൽ പ്രസവിച്ചപ്പോൾ ഇതൊന്നും ഞാൻ അറിയേണ്ടി വന്നിട്ടില്ല. അവസാന സമയത്ത് കുട്ടി പുറത്തു വരുമ്പോഴുള്ള ഒരു ചെറിയ വേദനയാണ് അറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത് വീട്ടിലെ പ്രസവം സന്തോഷകരമായ കാര്യമാണെന്ന്. കഴിഞ്ഞ തവണ ഒരുപാട് അനുഭവിച്ചു, ഇത്തവണ അങ്ങനത്തെ ഒരു പ്രശ്നവും അറിഞ്ഞിട്ടില്ല. ഹോസ്പിറ്റലിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ പ്രസവിക്കുന്ന ഒരു സ്ത്രീ രണ്ടാമതൊന്ന് പ്രസവിക്കാൻ ഉറപ്പായും പേടിക്കും. പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കാത്ത ഒരു കുഞ്ഞിനെ പിടിച്ചു വലിച്ച് ബലം പ്രയോഗിച്ച് പുറത്തെടുക്കുകയാണ്. പ്രസവിക്കാനായി കയറുന്ന പെണ്ണിന്റെ ശരീരത്തിൽ കയറിയിരുന്ന് തള്ളുന്നു, ബലം പ്രയോഗിച്ച് പിടിച്ചു വലിക്കുന്നു. ഒരു പെണ്ണിന്റെ മേത്താണ് ഈ ബലം പ്രയോഗിക്കുന്നത്. ഒരു പെണ്ണാണ് പ്രസവിക്കുന്നത് എന്ന് മാറി പ്രസവിക്കാൻ ഡോക്ടർ വേണമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. എന്തിനാണ് ഇത്തരം അനാവശ്യ ബലപ്രയോഗങ്ങളും കോംപ്ലിക്കേഷൻസും വേദനകളും അനാവശ്യമാണ് എന്ന് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുട്ടി പുറത്തു വന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ എന്നോട് പറഞ്ഞത് സത്യം പറ, കഴിഞ്ഞോ, ഇത്രയേ ഉള്ളൂ എന്നാണ്. മറുപിള്ള കട്ട് ചെയ്തെടുക്കുന്നതിന് മുൻപെടുത്ത ചിത്രമുണ്ട്. അത് ഞാൻ അഭിമാനത്തോടെ പലരെയും കാണിക്കാറുണ്ട്. ഹോസ്പിറ്റലിലാണെങ്കിൽ അവൾ ബോധം കെട്ട് കിടന്നേനെ. കുട്ടി പുറത്തേക്ക് വരുന്ന സെക്കൻഡുകളിൽ അനുഭവപ്പെടുന്നതാണ് പ്രസവ വേദന. എന്നാൽ നമ്മുടെയൊക്കെ മനസ്സിൽ ഡോക്ടർമാരും നഴ്സുമാരുടെയും ബലപ്രയോഗങ്ങളുടെ വേദനയാണ്. പ്രസവ വേദനയുടെ ഇടയ്ക്ക് കൈയകത്തിട്ട് മാനസികമായും ശാരീരികമായും പീഡനമായി ഇത് മാറുകയും ചെയ്തു. പ്രസവിക്കില്ല, പ്രസവിച്ചാൽ തന്നെ ചില പെണ്ണുങ്ങൾ കുട്ടിയെ കാണണ്ട എന്ന് തന്നെ പറയുന്നു. ഇങ്ങനത്തെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന പെണ്ണുങ്ങൾക്ക് 2ഓ 3ഓ അതിലധികമോ പ്രസവിക്കാൻ സാധിക്കില്ല. മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധം തന്നെയാണ് ഇപ്പോഴും. പെരുമ്പാവൂർ സ്വദേശിനിയായ 35-കാരി അസ്മയാണ് വീട്ടിലെ പ്രസവത്തിനിടെ മരിച്ചത്. സംഭവത്തിൽ മതപ്രഭാഷകനായ ഭർത്താവ് സിറാജുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വീട്ടിലെ പ്രസവത്തിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് വലിയ ബോധവൽക്കരണം നടക്കുന്ന സമയത്ത് ആശുപത്രി പ്രസവത്തിനെതിരെ ക്യാമ്പയിൻ നടത്തുന്ന ദമ്പതിമാർക്കെതിരെയും പ്രതിഷേധം കനക്കുകയാണ്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം, വീട്ടിൽ പ്രസവിക്കുന്നവർ, വീട്ടിലെ പ്രസവക്കാർ അങ്ങനെ പ്രസവിച്ചോളൂ, അതിൽ വരുന്ന ഭവിഷ്യത്തുകൾ നിങ്ങൾ തന്നെ അനുഭവിച്ചോളൂ. പക്ഷേ ആശുപത്രികളിലെ പ്രസവവും അതുപോലെ ആശുപത്രികളിലെ ഗൈനക്കോളജി
ഗൈനക്കോളജിസ്റ്റുകളും അവരൊക്കെ മോശക്കാരാണ്, അവരൊക്കെ ഭീകരാവസ്ഥ സൃഷ്ടിക്കുന്നവരാണ് എന്ന മട്ടിലുള്ള ഈ ഒരു പ്രചരണം അത് ദയവ് ചെയ്ത് ഒഴിവാക്കുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.